മാനേജ്മെന്റ് മീറ്റിംഗ് വിളിക്കുകയും എന്നാൽ ചില മീറ്റിംഗിൽ അരമണിക്കൂർ മുമ്പ് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായപ്പോഴാണ് ഈ കളക്ടറേറ്റ് മുന്നിലേക്ക് ഇത്തരം സമരവുമായി ഈ നഴ്സുമാർ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇവിടെ സംസാരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നമ്മൾ ഈ വെയിലെത്രയും കൊണ്ടവരാണ്, നമ്മൾ എത്രയോ മുഷ്ടി ചുരുട്ടിയവരാണ്, മഴയും വെയിലും വകവെക്കാതെ സമരം ചെയ്തവരാണ് ഞങ്ങളൊക്കെയും. എന്നാൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി, ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി അവന്റെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഏന്തി തന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സകലമാന മനുഷ്യനെയും അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ സ്വന്തം വീട്ടിലൊരു അംഗത്തെ പോലെ പരിചരിച്ചവരാണ് ഇന്ന് ഈ കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ ഈ പെരുവയിൽ കൊണ്ട് സമരം ചെയ്യേണ്ടി വന്നത്. അതൊരു ഗതികേടാണ്, ഈ നാടിന്റെ ഗതികേടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ സമരം മാനേജ്മെന്റ് കണ്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് ആവർത്തിച്ചു പറയുന്നു, ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന സമരം, ഈ നഴ്സുമാർ നടത്തുന്ന സമരം മാന്യമാണ്. വെല്ലുവിളികൾ ഞങ്ങൾ നടത്തുന്നില്ല, സമരം മാന്യമായി നടത്തുന്നു. ഈ സമരത്തിന് നീതി ഉണ്ടാകണമെന്നത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കണ്ണൂരിലെ കലക്ടറോടും ഞങ്ങൾ ഇപ്പോഴും മാന്യമായി പറയുന്നു, അങ്ങ് സഞ്ചരിക്കുന്ന വാഹനമുണ്ടല്ലോ, അതിൽ AC ഉണ്ട്. അങ്ങയുടെ വീട്ടിൽ സകലമാന മനുഷ്യനും അങ്ങയുടെ ഭാര്യക്കും അങ്ങയുടെ മക്കൾക്കും മാന്യമായ ചികിത്സ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങക്കിതൊരു പ്രശ്നമായിരിക്കില്ല. എന്നാൽ കണ്ണൂർ ജില്ലയിലെ സാധാരണക്കാരന് അവർ അഭയം തേടി വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങനെ അഭയം തേടി വരുന്ന മനുഷ്യന് മാന്യമായി ചികിത്സ കിട്ടാതെ വരുമ്പോ അവന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പൊന്നാര കളക്ടറെ, ഇനി കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുറപ്പിച്ചു പറയുന്നു, AC റൂമിന്റെ അകത്തുനിന്ന് പൊന്നാര കളക്ടറെ നീ പുറത്തിറങ്ങില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു. സമീപ ദിവസങ്ങളിൽ 1-2 മരണവാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്നപ്പോ ആംബുലൻസിന്റെ അകത്തുനിന്ന് പുറത്തെടുക്കാത്ത രീതിയിൽ ഇവിടെ ഇപ്പം വന്നിട്ട് കാര്യമില്ല, ഇവിടെ ചികിത്സിക്കാൻ നഴ്സുമാരില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച AKG ഹോസ്പിറ്റൽ എത്തുമ്പോഴേക്കും പാതി വരെ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒന്ന് പറയാം, നഷ്ടപ്പെട്ടത് അതൊരു നഷ്ടമാണ്, അത് നികത്താൻ കഴിയാത്ത നഷ്ടമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇനിയൊരു നഷ്ടം താങ്ങാൻ കണ്ണൂർ ജില്ലയിലെ മനുഷ്യരെ വിട്ടുകൊടുക്കില്ല എന്ന കളക്ടറോടും ഇതിന്റെ തൊഴിലുദ്യോഗസ്ഥരോടും ഞങ്ങളൊന്ന് ആവർത്തിച്ചു പറയുന്നു. മാനേജ്മെന്റിനോട് ഞങ്ങളൊന്ന് പറയാം, 5 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് ഓരോ ചികിത്സാ മേഖലയും എത്ര രൂപയുടെ വർധനമാണ്, സ്കാനിങ്ങിന്, എക്സ്റേക്ക് എന്ന് തുടങ്ങി നിന്റെ അകത്ത് കയറിയാൽ തിരിച്ചു പോകണമെങ്കിൽ വീടിന്റെ ആധാരം ബാങ്കിലേക്ക് പണയം വെച്ചിട്ടല്ലാതെ ഏത് രോഗിക്കാണ് കണ്ണൂർ മാന്യമായി ഇറങ്ങിപ്പോകാൻ കഴിയുക? അത്രമാത്രം സകല മേഖലകളിലും നിങ്ങളിങ്ങനെ ബില്ല് കൂട്ടി. എന്നാൽ നിങ്ങളിങ്ങനെ ബില്ല് കൂട്ടുമ്പോ നിന്റെ ജീവിതം ഇങ്ങനെ അടിച്ചു പോകുമ്പോ നിന്റെ കുടുംബത്തിന്റെയും നിന്റെയും ജീവിതം ഇത്രമേൽ മനോഹരമാക്കുമ്പോ നിങ്ങൾക്ക് മനോഹരമായി ജീവിക്കാൻ ഈ കണ്ണൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഹോസ്പിറ്റലെടുത്ത് ആ ഹോസ്പിറ്റലിലെ മുതലാളിയായി ചമഞ്ഞ് നടക്കാൻ നിങ്ങളിങ്ങനെ വീട്ടിലകത്തകത്തിരിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രയത്നിച്ചവർ, അവർ കോവിഡ് സമയത്ത് നിങ്ങൾക്ക് മുന്നിലുണ്ട്. അവരെ പേമാരി വന്നാൽ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവർ നിങ്ങൾക്ക് മുന്നിലുണ്ട്. അവർക്കൊരു പ്രതിസന്ധിയും പ്രശ്നമായിരുന്നില്ല, അവർക്കൊരൊറ്റ വിഷയമായിരുന്നു, ഞങ്ങളെ മുന്നിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്റെ ആരോഗ്യം തിരിച്ചു കൊടുക്കണം. അതിൽ ഞങ്ങളൊന്ന് തീർന്നു പോയാലും പ്രശ്നമില്ലെന്ന് ധരിച്ചവരാണ് ഈ നഴ്സുമാർ. നമ്മൾ പറഞ്ഞില്ലേ, മാലാഖമാരാണ്. എപ്പോഴാ ഇവർ മാലാഖമാരായത്? കോവിഡിന്റെ കാലം ഞങ്ങൾക്ക് ഇപ്പോഴും കൺമുന്നിൽ ഒരു ചിത്രം പോലെ തികയുന്നുണ്ട്. സകലമാന മനുഷ്യരും വീട്ടിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയില്ല. ഞാനെങ്ങാനും മരിച്ചു പോകുമോ എന്ന് ഭയമാണ്, എന്ന് ആശങ്കയാണ്. അപ്പോഴും ഒരാശങ്കയില്ലാതെ ഞാൻ നാളെ തിരിച്ചെന്റെ വീട്ടിലേക്ക് പോയി എന്റെ മക്കളെ കാണുമോ എന്ന് പോലും അവർക്ക് ആലോചനയില്ല. എന്റെ ഭർത്താവിനെ ഒന്ന് കാണുമോ, എന്റെ അമ്മയെ ഒന്ന് കാണുമോ, എന്റെ മക്കളെ ഒന്ന് കാണുമോ എന്ന് പോലും ആശങ്കപ്പെട്ടില്ല. ഒരൊറ്റ ആശങ്കയാണ്, തന്റെ മുന്നിലേക്ക് വന്ന രോഗി, ആ രോഗി ആരോഗ്യത്തോടുകൂടി തിരിച്ചു പോകണം എന്ന് കരുതി കോവിഡിന്റെ മഹാമാരിക്കാലത്ത് മാലാഖമാരായി ഞങ്ങൾ ഇവരെ പറഞ്ഞു. എന്നാൽ മാനേജ്മെന്റ് ഞങ്ങളൊന്ന് പറയാം, ഇവരന്ന് മാത്രമല്ല മാലാഖ, ഇവരെപ്പോഴൊക്കെയാണോ നഴ്സിന്റെ കോട്ട് ധരിക്കുന്നത്, എപ്പോഴാണോ ശരീരത്തിന്റെ നെഞ്ചത്തിന്റെ മുഖത്ത് സ്റ്റെതസ്കോപ്പ് നിൽക്കുന്നത്, അപ്പോഴെല്ലാം മാലാഖമാരാണ്. പക്ഷെ നിങ്ങളാണ് മൂദേവികളായത് എന്ന് ഓർത്തു വെക്കണം. നിങ്ങളിങ്ങനെ ഭദ്രകാളിയായി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച നിങ്ങളിങ്ങനെ വേഷം മാറി, കോലം മാറി, സംസാരം മാറി നിങ്ങൾ അങ്ങനെ പോയാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ മാന്യമായ സമരമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതിന് മറ്റൊരു വേർഷനുണ്ട്. അത് യുവജന പ്രസ്ഥാനമായ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും CMB ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനം ഏറ്റെടുത്താൽ ഒരു മാനേജ്മെന്റും വീട്ടിന്റെ അടുക്കള വിട്ട് പുറത്തിറങ്ങില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ സമരം ചെയ്തവരാണ് ഞങ്ങൾ. എപ്പോഴും സമരം ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അതുകൊണ്ട് ഈ സമരത്തെ മാന്യമായി കാണും. എന്താണോ ഇവർ ആവശ്യപ്പെടുന്നത് അതിനും ഇവരൊരുക്കമാണ്. ഇവർ ബാർഗൈനിങ്ങിന് ഒരുക്കമാണ്. ഇവര് പറയുന്നത് പൂർണ്ണമായി കിട്ടണമെന്ന് പോലും ഇവർ ആശങ്കപ്പെട്ടില്ല. ഞങ്ങൾക്കിരിക്കാം,
സംസാരിക്കാം, മാന്യമായി സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലും ഒന്നിരിക്കാൻ കൂട്ടാകാതെ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും ധിക്കാരപരമായി ഒരു സർക്കാർ സമരം ചെയ്യുന്ന മനുഷ്യരെ അവരെ സമരത്തിന് അവർക്ക് നീതി ഉണ്ടാക്കി കൊടുക്കണം എന്നാഗ്രഹിച്ച സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തപ്പോഴും അതിന് മുന്നിൽ പോലും വരാതിരുന്ന മാനേജ്മെന്റിനോട് ഞങ്ങളൊന്നു പറയാം, നിങ്ങൾക്ക് ഇരുട്ടിന്റെ മറവിൽ ആരെങ്കിലും സഹായം ചെയ്തു തരുന്നു എന്നതാണോ നിങ്ങളുടെ താല്പര്യം? ഏതെങ്കിലും സംഘടന നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണോ ധാരണ? എങ്കിൽ ഞങ്ങളൊന്ന് പറയും, AKG കൊയിലാകട്ടെ, ധനലക്ഷ്മി ആകട്ടെ, ഏത് ഹോസ്പിറ്റലിലും ഒരാളും അകത്ത് കയറാത്ത രീതിയിൽ ഗേറ്റ് പുറമേന്ന് പൂട്ടാൻ ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊന്നും ഒരു മടിയുള്ള കേസല്ല എന്ന് ഓർത്തു വെച്ചോ എന്ന് ഞങ്ങൾ പറയാം. ഞാൻ അവസാനിപ്പിക്കാൻ ഒന്നും കൂടി പറയാം. കടമനിട്ട് പറഞ്ഞ ഒരു 2 വരി വാക്കുണ്ട്, നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന് കടമനിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തിലെ മാനേജ്മെന്റിനോട് ഒന്ന് ആലോചിക്കണം. അവനവന്റെ വീട്ടിന്റെ മുന്നിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ എങ്ങനെ ഞങ്ങളായി എന്ന് ആലോചിക്കുമ്പോ ഒന്നുറപ്പാണ്, ഉറങ്ങാതെ പൊരിവെയിലത്ത് മഴയത്ത് തന്റെ ജീവിതം പണയം വെച്ച ആയിരക്കണക്കിന് നേഴ്സുമാർ രാപ്പകലില്ലാതെ പണിയെടുത്തപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളായത് എന്നോർമ്മിച്ചാൽ നിങ്ങൾക്ക് നീതി ഉണ്ടാകും എന്നുറപ്പാണ്. അതുകൊണ്ട് കണ്ണൂരിലെ കലക്ടറോടും ഈ പ്രദേശത്തിലെ മാനേജ്മെന്റിനോടും ഞങ്ങളൊന്ന് ആവർത്തിച്ചു പറയുന്നു, ഈ സമരം കലക്ടറേറ്റ് മുന്നിലുള്ള ഈ മാന്യമായ സമരം മാന്യമായ രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കണം. മാന്യമായി ഇവരെ സെറ്റിൽ ചെയ്യണം. ഇവർക്ക് ആവശ്യമാകുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് തീർത്താൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ആവർത്തിച്ചു പറയുന്നു. അല്ലാതെ പക്ഷം വന്നാൽ അകത്ത് കയറി നിന്റെ കുഞ്ച പിടിച്ച് പുറത്തിടാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് മാനേജ്മെന്റ് ഓർത്തുവെച്ചോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് തുടക്കം മുതൽ തന്നെ ജില്ലയിലെ യൂത്ത് ലീഗ് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കലക്ടറെ ഞങ്ങൾ കണ്ട് നിവേദനം കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കിട്ടാതെ മരിച്ചപ്പോ അതിന്റെ പിറ്റേന്ന് ഞങ്ങൾ കലക്ടർക്ക് നിവേദനം കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു, കലക്ടറെ ഇപ്പം നിങ്ങൾ ഉത്തരവാദിയല്ല. പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഇനിയെങ്ങാനും കണ്ണൂരിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഈ സമരത്തിന്റെ കോർ പോയിന്റ് ഇവിടെയാണ്. ഇനിയെങ്ങാനും കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 1ാമതായും 2ാമതായും 3ാമതായും ഉത്തരവാദി ഒരേ ഒരു മനുഷ്യനാണ്. അത് ഈ അന്തഃപുരത്ത് കിടന്നിരിക്കുന്ന കണ്ണൂർ